ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് വിത്ത് HTML എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കുറച്ച് ടാഗ്സ് പരിചയപ്പെടാൻ പോകുകയാണ്. ഈ ടാഗ്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വെബ് പേജിലെ കണ്ടന്റ്സ്, അതിൽ കുറച്ച് ടെക്സ്റ്റ് ബാക്കിയുള്ളതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്ന പോലെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഉണ്ട്. ആ സെന്റൻസിലെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം നമുക്ക് ബോൾഡ് ആക്കി കൊടുക്കാം, നമുക്ക് ഇറ്റാലിക്സിൽ കൊടുക്കാം, നമുക്ക് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള ടാഗ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടെക്സ്റ്റിനെ എങ്ങനെ ബോൾഡ് ആക്കാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഈ ഒരു സെന്റൻസ് തന്നെ നിങ്ങൾ നോക്കുക. ഇതിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് എന്നുള്ളത് ഈ ബാക്കിയുള്ള ടെക്സ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് കാണുന്നത്, അല്ലേ? ഇതിനെന്താ ചെയ്തിരിക്കുന്നത്, നമ്മൾ ബോൾഡിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഒരു ടെക്സ്റ്റിനെ നമുക്കത് ബോൾഡ് ആക്കി കൊടുക്കാം? ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ആയിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇറ്റാലിക്സിൽ എങ്ങനെ കൊടുക്കാം, എംഫസൈസ്ഡ് ടെക്സ്റ്റ് ആയിട്ട് എങ്ങനെ കൊടുക്കാം, മാർക്ക്ഡ് ടെക്സ്റ്റ്, സ്മോൾ ടെക്സ്റ്റ്, ഡിലീറ്റഡ് ടെക്സ്റ്റ്, ഇൻസേർട്ടഡ് ടെക്സ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടാഗ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബോൾഡ് ആൻഡ് സ്ട്രോങ് ഫോർമാറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു ടെക്സ്റ്റിന് ബോൾഡായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യണം? ബി എന്നുള്ള ടാഗ് യൂസ് ചെയ്യണം. അപ്പം ബാക്കിയുള്ള ടെക്സ്റ്റിനെ അപേക്ഷിച്ച് നമ്മൾ ബി എന്നുള്ള ടാഗിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ബോൾഡ് ആയിട്ടുള്ള ഫോണ്ടിൽ കാണിക്കും. ഇനി സ്ട്രോങ് ഫോർമാറ്റിംഗ്. ബോൾഡ് എന്ന് പറയുന്നതും സ്ട്രോങ് ഫോർമാറ്റിങ്ങും, സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ടാഗ് ഉപയോഗിച്ച് നമ്മുടെ ടെക്സ്റ്റ് എഴുതുവാണ്. അപ്പം സ്ട്രോങ് ഇലമെന്റ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്ന ടെക്സ്റ്റും ബോൾഡും കണ്ടാൽ ഒരുപോലെ തന്നെ ഇരിക്കും. വ്യത്യാസം ഇത്രേ ഉള്ളൂ. സ്ട്രോങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സെമാൻറ്റിക് ഇമ്പോർട്ടൻസ് നമ്മൾ ആഡ് ചെയ്യാണ്. അതായത് ബ്രൗസറിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ടെക്സ്റ്റ് സ്ട്രോങ് ഇമ്പോർട്ടൻസ് ഉള്ള ടെക്സ്റ്റ് ആണെന്ന് നമ്മൾ ബ്രൗസറിനോട് പറയുകയാണ്. ഒരു സെമാൻറ്റിക് ഇമ്പോർട്ടൻസ് അസൈൻ ചെയ്യുവാണ്. അതല്ലാതെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ സ്ട്രോങ്ങും ബോൾഡും ഫോർമാറ്റ് എന്ത് തന്നെയായിരിക്കും? ഒരേപോലെ തന്നെ ഇരിക്കും. അപ്പം നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഒരു ടെക്സ്റ്റിനെ ബോൾഡ് ആക്കണമെങ്കിൽ നമ്മൾ ഏത് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കണം? ബി എന്നുള്ള ടാഗിൻ്റെ അകത്ത് കൊടുക്കണം. ഒരു ടെക്സ്റ്റിന് സ്ട്രോങ് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏതിൻ്റെ അകത്ത് കൊടുക്കണം? സ്ട്രോങ് എന്നുള്ള ഫോർമാറ്റിൽ കൊടുക്കണം. സ്ട്രോങ് എന്നുള്ളതിൽ ബോൾഡ് ആക്കുകയും ചെയ്യും, അതേസമയത്ത് തന്നെ ഒരു എക്സ്ട്രാ ഇമ്പോർട്ടൻസും കൂടി ആ ടെക്സ്റ്റിന് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ ബോൾഡിൽ എന്താണ്? അതിന് ബോൾഡ് ആക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, എക്സ്ട്രാ ഇമ്പോർട്ടൻസ് ഒന്നും നമ്മളവിടെ അസൈൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു HTML കോഡ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആണ്. നമുക്കറിയാം, നമ്മൾ ടൈറ്റിൽ എഴുതുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്, ഹെഡിൻ്റെ അകത്താണ് എഴുതുന്നത്. ഇനി ബോഡി എന്നുള്ള പോർഷനിൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ എന്നും പറഞ്ഞൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. ആ സെൻറ്റൻസിന് പ്രത്യേകിച്ച് ടാഗ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി BR ടാഗ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പുതിയ ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ലൈനിൽ നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്? ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ എന്ന് തന്നെ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ബി എന്നുള്ള ടാഗാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അതായത് ബോൾഡ് ടാഗ് കൊടുത്തിട്ടും എങ്ങനെ അപ്പിയർ ചെയ്യും, ബോൾഡ് ടാഗ് കൊടുക്കാത്തപ്പം ഈ ടെക്സ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ബ്രൗസറിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. നമ്മുടെ ബ്രൗസർ എടുത്തു. ബ്രൗസറിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ, അത് സാധാരണ ഫോണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സൂം ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ 300% സൂം ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വലുതായിട്ട് കാണാൻ പറ്റുന്നത്. അല്ലാണ്ട് നമ്മൾ ബ്രൗസറിൽ സാധാരണ 100% തന്നെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചെറുതായിരിക്കും. അടുത്തത് ഇതിനേക്കാളും കുറച്ചും കൂടി ബോൾഡായിട്ടാണ്, അല്ലേ? ഈ ടെക്സ്റ്റ് ഒന്നും കൂടി നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, താഴെ കാണുന്ന എന്താണ്? ബോൾഡ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോൾഡ് ടാഗ് എന്ന് പറയുന്നത്. ഒരു ടെക്സ്റ്റിനെ ബോൾഡ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? ബോൾഡ് ടാഗ് യൂസ് ചെയ്യുക. ഇനി നമുക്കൊരു ഫുൾ ടെക്സ്റ്റ് മാത്രമല്ല, ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനെ, ചെറുതായിട്ടൊരു പോർഷനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബോൾഡിൽ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ ദിസ് എന്നുള്ളത് മാത്രം ബിയിൽ കൊടുക്കുകയാണ്. നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇത് കണ്ടോ? അപ്പം നമ്മുടെ ടാഗിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന പോർഷൻ മാത്രമേ എന്തിൽ വരത്തുള്ളൂ? ബോൾഡിൽ വരത്തുള്ളൂ. ബാക്കിയുള്ള പോർഷൻ അതേപോലെ തന്നെ നോർമലായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇത് തന്നെ സ്ട്രോങ് എന്നുള്ള ഫോണ്ടിൽ കൊടുത്തു നോക്കാം. അപ്പം ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ എന്നുള്ളത് അവിടെ കിടക്കട്ടെ. അത് തന്നെ നമ്മൾ എന്തിൽ കൊടുക്കുകയാണ്? അടുത്ത നമ്മൾ കൊടുക്കുന്നത് സ്ട്രോങ് ഫോണ്ടിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ സെയിം ടെക്സ്റ്റ് തന്നെ
this text is normal. നമ്മൾ എന്തിൽ കൊടുക്കാൻ പോവാണ്? സ്ട്രോങ്. സ്ട്രോങ്ങിൽ കൊടുക്കുകയാണ്. അത് നമുക്ക് പുതിയ ലൈനിൽ കാണണമെങ്കിൽ നമ്മൾ എന്ത് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കണം? BR ടാഗിൻ്റെ അകത്ത് കൊടുക്കണം. ഓക്കെ, നമ്മളതിനെ സേവ് ചെയ്തു. അപ്പം ഒരു ടെക്സ്റ്റ് പ്രത്യേകിച്ച് ഫോർമാറ്റിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ടെക്സ്റ്റിന് ബോൾഡ് ഫോർമാറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തതിന് സ്ട്രോങ് എന്നാണ് നമ്മൾ ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. റിഫ്രഷ് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, അപ്പം ബോൾഡ് ആയിട്ടാണ് നമ്മൾ ഈ ടെക്സ്റ്റിനെ കൊടുത്തിരുന്നത്. അടുത്തതിന് എന്താണ്? സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. ബോൾഡും സ്ട്രോങ്ങും തമ്മിൽ അത് അപ്പിയർ ചെയ്യുന്നത്, നമ്മുടെ വെബ് ബ്രൗസറിൽ അത് അപ്പിയർ ചെയ്യുന്നത് ഒരേപോലെ തന്നെയായിരിക്കും. അവിടെ വ്യത്യാസം വരുന്നത് എന്താണ്? ഒരു സെമാൻറ്റിക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ബ്രൗസറിൽ. ഈ ടെക്സ്റ്റ് സ്ട്രോങ് ആണെന്ന് നമ്മൾ ബ്രൗസറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു സെമാൻറ്റിക് ഇമ്പോർട്ടൻസ് അവിടെ കിട്ടുന്നു, അത്ര വ്യത്യാസം അവിടെ ഉള്ളൂ. ഇതിനെന്താണ്? ഒരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ജസ്റ്റ് ബോൾഡായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റാലിക് ആൻഡ് എംഫസൈസ്ഡ് ഫോർമാറ്റിംഗ് ആണ്. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റിനെ ഇറ്റാലിക്സിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടാഗിൻ്റെ അകത്ത് കൊടുക്കണം? ഐ എന്നുള്ള ടാഗിൻ്റെ അകത്ത് കൊടുക്കണം. അതേപോലെ തന്നെ എംഫസൈസ്ഡ് ഫോർമാറ്റിംഗ് ആണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട ടാഗ് EM എന്നുള്ള ടാഗാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇറ്റാലിക്സും എംഫസൈസ്ഡ് ടെക്സ്റ്റും എന്താണ്? അപ്പിയർ ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കും. നമ്മൾ ബോൾഡും സ്ട്രോങ്ങും പറഞ്ഞ പോലെ തന്നെ ഇറ്റാലിക്സും എംഫസൈസ്ഡ് ഫോർമാറ്റിങ്ങും ഒരേപോലെ തന്നെയായിരിക്കും കാണുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇറ്റാലിക്സിൽ കാണിക്കും, എക്സ്ട്രാ ഇമ്പോർട്ടൻസ് ഒന്നും അവിടെ കൊടുക്കുന്നില്ല. പക്ഷെ എംഫസൈസ്ഡ് ടാഗിൻ്റെ അകത്ത് EM എന്നുള്ള ടാഗിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഇറ്റാലിക്സിൽ തന്നെ കാണിക്കും. കൂടെ എന്താണ്? ഒരു സെമാൻറ്റിക് ഇമ്പോർട്ടൻസും കൂടി ഉണ്ടായിരിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മീനിങ്ങിൽ വ്യത്യാസമുണ്ട്, പക്ഷെ അപ്പിയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബോൾഡ് ടാഗാണ് കൊടുത്തിരുന്നത്. അതിന് പകരം നമ്മളിവിടെ എന്ത് കൊടുക്കുകയാണ്? ഐ എന്നുള്ള ടാഗ് കൊടുക്കുകയാണ് ഇറ്റാലിക്സിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ബോൾഡ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇറ്റാലിക്സിനുള്ള ഐ എന്ന് കൊടുത്തു. അതേപോലെ തന്നെ സ്ട്രോങ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എംഫസൈസ്ഡിൻ്റെ EM എന്ന് കൊടുക്കാം. ഓക്കെ, EM ടാഗ് കൊടുത്തു. നമ്മൾ ഫയലിനെ സേവ് ചെയ്യുക. കഴിഞ്ഞ് റീലോഡ് ചെയ്തു. കണ്ടില്ല? അപ്പം ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ. ഇതിന് ഫോർമാറ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. അതെന്താണ്? നോർമലായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതെന്താണ്? ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുകയാണ്. ഇതെന്താണ്? എംഫസൈസ്ഡ് ഫോർമാറ്റിംഗ് ആണ്. അപ്പം ഇറ്റാലിക്സിൽ കൊടുക്കുന്നു, എക്സ്ട്രാ ഇമ്പോർട്ടൻസ് ഒന്നും വരുന്നില്ല. ഇത് എംഫസൈസ്ഡ് ടെക്സ്റ്റ് ആണ്. അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു സെമാൻറ്റിക് ഇമ്പോർട്ടൻസും കൂടി നമ്മുടെ ടെക്സ്റ്റിന് കിട്ടുന്നുണ്ട്. ഇതാണ് ഇറ്റാലിക്സിലുള്ള ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ്സ് ഓർത്തിരിക്കുക. ഐ എന്നുള്ള ടാഗാണ് ഇറ്റാലിക്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. എംഫസൈസ്ഡ് ടാഗിങ്ങിനാണെങ്കിൽ EM എന്നുള്ള ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്മോൾ എന്നുള്ള ടാഗാണ്. അപ്പോൾ സ്മോൾ എന്നുള്ള ടാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബാക്കിയുള്ള ടെക്സ്റ്റിനെ അപേക്ഷിച്ച് നമ്മൾ സ്മോൾ എന്നുള്ള ടാഗിൽ കൊടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് മാത്രം എന്തായിരിക്കും? ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ചെറിയ ഫോണ്ട് സൈസിലായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളൊരു HTML സ്മോൾ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു സ്മോൾ ടാഗ് യൂസ് ചെയ്ത് എഴുതി നോക്കാം. HTML എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് ടാഗൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഈ സ്മോൾ എന്നുള്ളത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ എന്നുള്ള ടാഗിൻ്റെ അകത്ത് എഴുതി നോക്കാം. സ്മോൾ എന്നുള്ള ടാഗിൻ്റെ അകത്ത് എഴുതി. അടുത്തത് ഫോർമാറ്റിംഗ്. ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടത്തെ നോക്കിയാൽ മനസ്സിലാകും. ഈ സ്മോൾ എന്നുള്ള ടെക്സ്റ്റ് മാത്രം ആണ് നമ്മൾ എന്തിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്? സ്മോൾ എന്നുള്ള ടാഗിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ സ്മോൾ അല്ലേ, ഇത് ഈ മൂന്ന് ടെക്സ്റ്റും HTML എന്ന് പറയുന്നത്, സ്മോൾ എന്ന് പറയുന്നത്, ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാം എന്താണ്? ഒരേ സൈസിൽ തന്നെയാണ്, ഒരേ പോലെയാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്മോൾ എന്നുള്ള ടാഗ് മാത്രം, സ്മോൾ എന്നുള്ള ആ വേർഡ് മാത്രം സ്മോൾ ടാഗിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? ബാക്കിയുള്ള ടെക്സ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ സൈസിലാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇതാണ് സ്മോൾ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്ക്ഡ് ഫോർമാറ്റിങ്ങും ഡിലീറ്റഡ് ഫോർമാറ്റിങ്ങും ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഹെഡിങ് തന്നെ നോക്കുക. ഇതിൻ്റെ അകത്ത് മാർക്ക്ഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് മാത്രം എന്താണ്? ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് അല്ലേ? അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടാഗ് യൂസ് ചെയ്യാം?
മാർക്ക് എന്നുള്ള ടാഗ് യൂസ് ചെയ്യാം. മാർക്ക് എന്നുള്ള ടാഗിന്റെ അകത്ത് കൊടുക്കുന്ന ആ പർട്ടിക്കുലർ ടെക്സ്റ്റ് മാത്രം എന്ത് ചെയ്ത് കാണിക്കും, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതേപോലെ തന്നെ ഡിലീറ്റഡ് ഫോർമാറ്റിംഗ് ഈ സെയിം കാണുന്ന പോലെ തന്നെ ഇവിടെ ഡിലീറ്റഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് എന്താണ്, അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ റിമൂവ് ചെയ്തിരിക്കുന്ന പോലെ ക്യാൻസൽ ചെയ്തിരിക്കുന്ന പോലെയൊക്കെ നടുക്ക് കൂടി ഒരു ലൈൻ വരച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഫോർമാറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡിലീറ്റഡ് ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് DEL എന്ന് പറയുന്ന ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഓഫർ സെയിലൊക്കെ വരുമ്പോൾ കാണിക്കാം ഒറിജിനൽ പ്രൈസ് അല്ലേ, ഓഫർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കും. അപ്പോൾ ഒറിജിനൽ പ്രൈസ് എന്താണ്, ജസ്റ്റ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കേസിൽ നമുക്ക് അങ്ങനെയുള്ള സൈറ്റൊക്കെ ഡിസൈൻ ചെയ്യുന്ന കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, DEL എന്നുള്ള ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മാർക്ക്ഡ് എന്ന് പറയുന്നത് മാർക്ക് എന്നുള്ള ടാഗിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടാഗ് ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട്, സ്റ്റാർട്ട് ടാഗാണ്, ഇത് എൻഡ് ടാഗാണ്. ഇവിടെ ഡിലീറ്റഡ് എന്നുള്ള ടെക്സ്റ്റ് ഏതിൻ്റെ ടാഗിൻ്റെ അകത്താണ് എഴുതിയിരിക്കുന്നത്, DEL എന്നുള്ള ടാഗിൻ്റെ അകത്താണ് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അപ്പം മാർക്ക്ഡും ഡിലീറ്റും ഉണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. സെയിം ഔട്ട്പുട്ട് തന്നെ. മാർക്ക്ഡ് എന്നുള്ളത് എന്ത് ടാഗിൻ്റെ അകത്തായിരുന്നു, മാർക്ക് എന്നുള്ള ടാഗിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അത് മാത്രം എന്ത് ചെയ്തു, ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. അടുത്തത് ഡിലീറ്റഡ് ആയിരുന്ന DEL ടാഗിൻ്റെ അകത്താണ്. അപ്പോൾ അത് എന്താണ്, ഡിലീറ്റഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മാർക്ക്ഡ് ഫോർമാറ്റിങ്ങും ഡിലീറ്റഡ് ഫോർമാറ്റിങ്ങും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസേർട്ടഡ് ഫോർമാറ്റിംഗ് ആണ്. അപ്പം ഒരു എലമെന്റ് ഇൻസേർട്ടഡ് അല്ലെങ്കിൽ ആഡഡ് ടെക്സ്റ്റ് ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യുക, INS എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ സെയിം എക്സാമ്പിൾ നമുക്ക് എടുത്ത് നോക്കാം. HTML ഇൻസേർട്ടഡ് ഫോർമാറ്റിംഗ്. ഇവിടെ ഇൻസേർട്ടഡ് എന്നുള്ള ടെക്സ്റ്റ് ആഡഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസേർട്ടഡ് ടെക്സ്റ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇൻസേർട്ടഡ് ഫോർമാറ്റിംഗ് എഴുതിയിട്ടുണ്ട്. ഇൻസേർട്ടഡ് എന്നുള്ളത് മാത്രം എന്താണ്, INS ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇൻസേർട്ടഡ് ഫോർമാറ്റിംഗ്. ഇപ്പോൾ ഇൻസേർട്ടഡ് ഫോർമാറ്റിംഗിൽ ഇൻസേർട്ടഡ് ടെക്സ്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യാം, INS എന്നുള്ള ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സബ്സ്ക്രിപ്റ്റ് ഫോർമാറ്റിങ്ങും സൂപ്പർസ്ക്രിപ്റ്റ് ഫോർമാറ്റിങ്ങും ആണ്. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വേരിയബിൾസ് പറയുമ്പം X1, X2, X3 എന്നൊക്കെ പറഞ്ഞ് വേരിയബിൾസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കേസിൽ എന്തെങ്കിലും ഒരു കാര്യം സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പർട്ടിക്കുലർ ടെക്സ്റ്റ് മാത്രം ഏത് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക, സബ് എന്നുള്ള ടാഗിൻ്റെ അകത്ത് കൊടുക്കുക. ഈ പറയുന്ന എല്ലാം തന്നെ ഓപ്പൺ ചെയ്യുകയും വേണം, ക്ലോസ് ചെയ്യുകയും വേണം. ഓക്കെ. ഇനി ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, അതായത് X², X³ A⁻n അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുമല്ലോ. അപ്പം അതിൽ വരുന്ന X² എന്ന് പറയുമ്പോൾ 2 എന്താണ്, സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതുപോലെ തന്നെ A⁻n എന്നൊക്കെ പറയുമ്പോൾ n എന്താണ്, സൂപ്പർസ്ക്രിപ്റ്റഡ് ആയിട്ടാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഏത് ടാഗ് യൂസ് ചെയ്യാം, SUP എന്ന് പറയുന്ന ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു കോഡ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് X⁻y എന്നാണ് ഞാൻ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇതേപോലെയുള്ള ഔട്ട്പുട്ട് കിട്ടണം. ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ആദ്യം കാണിച്ചു തരാം. X⁻y എന്നും എഴുതണം, X1 എന്നും എഴുതണം. ഇതിൽ ഈ y എന്താണ്, ഇത് സൂപ്പർസ്ക്രിപ്റ്റഡ് ആണ്. ഓക്കെ. ഇവിടെ 1 എന്താണ്, X1 എന്നുള്ളതിൽ 1 എന്താണ്, സബ്സ്ക്രിപ്റ്റഡ് ആണ്. അപ്പോൾ ഇതാണ് സൂപ്പർസ്ക്രിപ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ, മുകളിലേക്ക് എന്തെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എന്തിൻ്റെ ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക, SUP എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക. സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഏത് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക, സബ്സ്ക്രിപ്റ്റിനുള്ള SUB എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അപ്പം X⁻y എന്നാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പം ഞാൻ എന്ത് എഴുതണം, X എന്ന് എഴുതണം. X എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഈ y എന്നുള്ളത് SUP എന്നുള്ള ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കണം. ഓക്കെ. അപ്പം നമുക്കത് X⁻y എന്നുള്ള ഫോർമാറ്റിൽ കിട്ടും, സൂപ്പർസ്ക്രിപ്റ്റഡ് ആയിട്ട് കിട്ടും. അപ്പം X⁻y A⁻n X², ഇപ്പം X² ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 എന്നുള്ളത് എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കുക, സൂപ്പർസ്ക്രിപ്റ്റ് SUP എന്നുള്ള ടാഗിൻ്റെ അകത്ത് കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, X² എന്ന് നമുക്ക് കിട്ടും, X² എന്ന് കിട്ടും. അതേപോലെ തന്നെ X1, X2, X3 വേരിയബിൾസ് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും താഴെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ടെക്സ്റ്റിന് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇതിൻ്റെ ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക, SUB എന്നുള്ള ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഇവിടെ 1 ആണ് എനിക്ക് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ 1 മാത്രം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതിയായിരിക്കും, SUB എന്നുള്ള ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് X⁻n എന്നൊക്കെ ആണെങ്കിൽ ഇവിടെ 1ന് പകരം എന്താണ്, XN വേരിയബിൾ, nth വേരിയബിൾ അല്ലേ, nth വേരിയബിളിനെ കാണിക്കാനുള്ള XN ആണ് കൊടുക്കേണ്ടതെങ്കിൽ ആ n മാത്രം എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കുക, SUB എന്നുള്ള ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഇവിടെ n മാത്രം
ഇങ്ങനെയൊക്കെ ഉള്ള കേസ് സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യുക, SUP എന്നുള്ള ടാഗൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനുള്ള കുറച്ച് ടാഗ്സ് ആയിരുന്നു. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബോൾഡ്, ഒരു ടെക്സ്റ്റിനെ ബോൾഡായിട്ട് കാണുന്നുണ്ടെങ്കിൽ ബി എന്നുള്ള ടാഗ് യൂസ് ചെയ്യുക. എംഫസൈസ്ഡ് ടെക്സ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ EM യൂസ് ചെയ്യുക. ഇറ്റാലിക്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ I യൂസ് ചെയ്യുക. സ്മോളർ ടെക്സ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്മോൾ എന്നുള്ള ടെക്സ്റ്റ് യൂസ് ചെയ്യുക. ഡിഫൈൻസ് ഇമ്പോർട്ടൻസ്, സ്ട്രോങ് ഇമ്പോർട്ടൻസ് ഒരു ടെക്സ്റ്റിനെ അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ് എന്നുള്ള ടാഗ് യൂസ് ചെയ്യുക. സബ്സ്ക്രിപ്റ്റഡ് ടെക്സ്റ്റ് ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ SUB എന്നുള്ള ടാഗ് യൂസ് ചെയ്യുക. സൂപ്പർസ്ക്രിപ്റ്റഡ് ആയിട്ടാണ് കാണിക്കേണ്ടതെങ്കിൽ SUP യൂസ് ചെയ്യുക. അടുത്തത് ഇൻസേർട്ടഡ് ടെക്സ്റ്റ് ആയിട്ടാണ് കാണിക്കേണ്ടതെങ്കിൽ INS യൂസ് ചെയ്യുക. ഡിലീറ്റഡ് ടെക്സ്റ്റ് ആയിട്ടാണ് കാണിക്കേണ്ടതെങ്കിൽ DEL എന്നുള്ള ടാഗ് യൂസ് ചെയ്യുക. മാർക്ക്ഡ് അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ടെക്സ്റ്റ് ആയിട്ടാണ് കാണിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? മാർക്ക്ഡ് എന്നുള്ള ടാഗും യൂസ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടിയുണ്ട്, അണ്ടർലൈൻ എന്ന് പറയുന്ന ഒരു ടാഗും കൂടെ ഉണ്ട്. അണ്ടർലൈൻ ടാഗിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് U എന്നുള്ള ടാഗാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്കിവിടെ അണ്ടർലൈൻ ചെയ്ത് കാണണം. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്നുള്ള ഈ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഏത് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക? U എന്നുള്ള ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക. U ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പം അണ്ടർലൈൻ എന്നുള്ള ടാഗും കൂടി ഈ കൂട്ടത്തിലുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. ഓക്കെ, അണ്ടർലൈൻ. ഓക്കെ, നമുക്ക് ഒന്നോ രണ്ടോ ടാഗ്സ് ഒരുമിച്ച് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പം എനിക്ക് ഇതിന് തന്നെ അണ്ടർലൈൻ ചെയ്യാം, ഇതിലും തന്നെ എന്ത് ചെയ്യാം? ബോൾഡിൽ കാണിക്കാം, ഇതിനെ തന്നെ എന്ത് ചെയ്യാം? ഇറ്റാലിക്സിലൊക്കെ കാണിക്കാം. നമ്മൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ഇവിടെ I ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ക്ലോസ് ചെയ്യുക? I ക്ലോസ് ചെയ്യുക. അതിന് തൊട്ട് മുന്നേ ഈ ഓർഡറിൽ തന്നെ Iക്ക് തൊട്ട് മുന്നേ എന്തായിരുന്നു? B ആണ്. അപ്പോൾ ആദ്യം B ക്ലോസ് ചെയ്യുക, ആദ്യം ഓപ്പൺ ചെയ്തത് അവസാനം ക്ലോസ് ചെയ്യുക, ആ രീതിയിൽ. ഓക്കെ, അപ്പം U എന്നുള്ള ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത്ര എഴുതിയിരിക്കുന്നത്, B എന്നുള്ള ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത്ര എഴുതിയിരിക്കുന്നത്, I എന്നുള്ള ടാഗിൻ്റെ അകത്താണ് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എഴുതിയിരിക്കുന്നത്. ഒന്നോ രണ്ടോ ടാഗ്സ് ഒരുമിച്ച് യൂസ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ? ഇത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ബോൾഡ് ആക്കിയിട്ടുണ്ട്, ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നോ രണ്ടോ ടാഗ്സ്, എത്ര ടാഗ് വേണമെങ്കിലും അതിൻ്റെ ഒരുമിച്ച് കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇങ്ങനെയുള്ള ടാഗിനെ നെസ്റ്റഡ് ടാഗിംഗ് എന്ന് പറയും. ഒരു ടാഗിൻ്റെ ഉള്ളിൽ തന്നെ ഇനിയൊരു ടാഗ് വരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ടാഗിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനുള്ള ടാഗ്സും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.